പാലക്കാട് ചിറ്റൂരിൽ ബന്ധുവിന്റെ കുത്തേറ്റ് യുവാവ് മരിച്ചു. പൊൽപ്പള്ളി സ്വദേശി ശരത്താണ് മരിച്ചത്. വേർക്കോലി സ്വദേശി പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെത്തിയിട്ടുണ്ട്. ആശുപത്രിയിൽ ഷംന പാലക്കാടും ചെയ്യുന്നു. ഷംന, ഉറ്റവരെടുക്കുന്ന ജീവനുകളുടെ എണ്ണം ഏറുകയാണ്. ഒരുപാട് വാർത്തകൾ സമാനമായി നമ്മൾ കേൾക്കുന്നതാണ്. ഇവരെങ്ങനെയാണ് ബന്ധുക്കളാകുന്നത്? എന്തിനായിരുന്നു കൊലപാതകം? എങ്ങനെയായിരുന്നു കൊലപാതകം? സുഹൈൽ, ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. വേർക്കോല് സ്വദേശിയായ പ്രമോദ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മുൻ ഭാര്യയുടെ സഹോദരി ഭർത്താവിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ചാണ് ഇയാള് ഈ പൊൽപ്പൊള്ളിപ്പതി സ്വദേശിയായ ശരത്തിനെ കുത്തിക്കൊല്ലുന്നത്. ഈ പ്രമോദും പ്രതിയായ പ്രമോദും ഭാര്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് ഈ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. പിന്നീട് ഇരുവരും അകന്നാണ് താമസിച്ചിരുന്നത്. ഇവരുടെ മകൻ ഉണ്ടായിരുന്നത് ഈ ഭാര്യയുടെ കൂടെയാണ്. ഈ മകൻ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ വരുന്നു. ഈ കുട്ടിയെ സ്കൂളിൽ നിന്നും തിരികെ വിളിക്കാൻ വന്നതാണ് ശരത്ത്. അതായത് ഈ കൊല്ലപ്പെട്ട ശരത്ത് ഈ കുട്ടിയെ വിളിക്കാൻ വന്നതാണ്. ഈ സമയത്ത് അതേ സ്കൂളിൽ തന്നെ പുതിയൊരു കെട്ടിട നിർമ്മാണവും ജോലിയുമായി ബന്ധപ്പെട്ട് പ്രമോദ് അവിടെ ഉണ്ടായിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ ചില തർക്കങ്ങൾ നടക്കുന്നു, വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് കയ്യിൽ ഉണ്ടായിരുന്ന ഒരു താക്കോൽ ഉപയോഗിച്ച് പ്രമോദ് ശരത്തിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. സ്കൂളിന്റെ മുമ്പിൽ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ ഉടൻ തന്നെ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ ചേർന്ന് ഈ ശരത്തിനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും ഈ ഭാര്യ പിണങ്ങിപ്പോയി പിന്നീട് കുട്ടിയുമായി അകന്ന് താമസിക്കുകയായിരുന്നു. ഈ കുട്ടിയെ വിളിക്കാൻ വന്നതാണ് ഭാര്യയുടെ സഹോദരി ഭർത്താവ്. ഇതിനിടക്കാണ് ഈ കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുന്നതും പിന്നീട് കൊലപാതകത്തിലേക്ക്. കുടുംബ തർക്കത്തിന്റെ പേരിലാണ് ഒരു കൊലപാതകം കൂടി സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ ഏറെ കേൾക്കുന്നത് ഒരു പുതുവാർത്തയല്ലാതെ മാറുന്നു. ഗൗരവകരമായി നമ്മുടെ ശിഥിലമാകുന്ന കുടുംബങ്ങളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ ആഴം അത് മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു കാര്യവും അവബോധവും അവർക്ക് നൽകേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.